ആദ്യം തന്നെ MI ലൈഫ് സ്റ്റൈലിൻ്റെ മുഴുവൻ മാനേജിംഗ് ടീം അംഗങ്ങൾക്കുമാണ് നന്ദി പറയാനുള്ളത്. കാരണം ഈ ഒരു കോവിഡ് കാലത്തെ ഈ ഒരു ലോക്ക്ഡൗൺ ആയി നിങ്ങൾ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മളുടെ ഓരോ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുമുള്ള വിശദമായിട്ടുള്ളൊരു വിവരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംരംഭമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്ന് സാങ്കേതികമായി നമ്മളെല്ലാവരും വളരെയധികം മുന്നോട്ടാണ് അല്ലേ. നമ്മളുടെ എല്ലാവരുടെയും കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വിവരങ്ങൾ, നമ്മളുടെ ഓരോ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുമുള്ള വിവരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു. അപ്പം ഇന്നാണ് അത് തുടക്കം കുറിക്കുന്നത്. ഇന്നാണ് ആദ്യത്തെ ഹാർവെസ്റ്റിൻ്റെ ആദ്യത്തെ ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ് നടക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. നിങ്ങൾ സ്ക്രീനിൽ എന്നെ മാത്രമായിരിക്കും കാണുന്നത്, പക്ഷേ അതിന് പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സംവിധാനം, ഈ ഒരു സൗകര്യം ഇപ്പം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം അവരെല്ലാവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. പ്രൊഡക്റ്റ് നോളജ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? നമുക്ക് ആവശ്യമാണോ? അത് തീർത്തും ആവശ്യമാണ് അല്ലെ. ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക്, ഇപ്പം നിങ്ങൾ ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ അത് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ അനേകം സംശയങ്ങളാണ് ജനിക്കുന്നത്. അപ്പം നമ്മളുടെ സംശയങ്ങളൊക്കെ മാറ്റി നമ്മളുടെ പ്രൊഡക്ട്സിൽ ആദ്യം വിശ്വാസം വരണം അല്ലെ. അതിനാണ് പ്രൊഡക്റ്റ് നോളജിന്റെ ആവശ്യം. നമ്മൾക്ക് ഒരു വസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പൂർണ്ണ വിശ്വാസ്യതയോടുകൂടി, പൂർണ്ണമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസോടുകൂടി നമ്മൾക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓരോ പ്രൊഡക്റ്റിലും നമ്മളുടെ തന്നെ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എപ്രകാരമാണ് ആ പ്രൊഡക്റ്റ് നമ്മളുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, അവ ഏത് തരത്തിലാണ് നമ്മളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയും മറ്റും വർദ്ധിപ്പിക്കുന്നതിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, ഈ പ്രൊഡക്റ്റ് ആർക്കൊക്കെയാണ് നൽകേണ്ടത്, ഈ പ്രൊഡക്റ്റ് ആർക്കൊക്കെയാണ് നൽകാൻ പാടില്ലാത്തത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോടുകൂടി, വളരെ വിശ്വാസത്തോടുകൂടി നമ്മളുടെ ഓരോ പ്രൊഡക്റ്റും ഉചിതരായിട്ടുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് ഉചിതമായിട്ടുള്ള പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് നോളജ് ആണ് ഇന്ന് ഇവിടെ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇതുവഴി നൽകുന്നുള്ളത്. അപ്പൊ അത് തന്നെയാണ് നമ്മളുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നത്. നമ്മൾക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഇതുപോലെയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു എഡ്യൂക്കേഷൻ വിങ് ഉള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മളുടെ MI ലൈഫ് സ്റ്റൈല്. അപ്പം നമ്മളുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും അതേപോലെ തന്നെ നമ്മളുടെ ബിസിനസ് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. ഹാർവെസ്റ്റ് പറയുന്നതും ഇത് തന്നെയാണ്, ലേൺ ആൻഡ് ഏൺ എന്നാണ് പറയുന്നത്. നിങ്ങൾ അറിവ് നേടൂ, അറിവ് നേടിക്കൊണ്ട് നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ് പറയുന്നത്. നമ്മൾക്കറിയാം, നമുക്ക് ടോട്ടൽ എത്ര ബ്രാൻഡ്സ് ആണുള്ളത്? ടോട്ടൽ 6 ബ്രാൻഡ്സ് ആണ് നമ്മൾക്ക് ഉള്ളത്. അതിൽ തന്നെ സ്റ്റാർ ബ്രാൻഡ്സ് എന്നറിയപ്പെടുന്നതാണ് എലമെന്റ്സ് വെൽനസും അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓണും. ഇപ്പൊ എലമെന്റ്സ് വെൽനസ്സിൽ എന്താണ്? എലമെന്റ്സ് വെൽനസ് ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് എലമെന്റ്സ് വെൽനസ്സിൽ വരുന്നത്? നമ്മളുടെ ആയുർവേദത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ആയുർവേദത്തിൽ ഇന്ന അവയവങ്ങൾക്ക് അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് ഇത്തരത്തിലുള്ള ഔഷധങ്ങളാണ് ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളവയാണ് എലമെന്റ്സ് വെൽനസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓൺ ആൻഡ് ഓൺ എന്ന് പറയുമ്പോൾ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ് ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്നത്. അടുത്തതായിട്ടുള്ള 4 ബ്രാൻഡുകളും നമ്മൾക്ക് നോക്കിയാൽ അറിയാം, നമ്മളുടെ വീടുകളിൽ ഏറ്റവും ഗുണമുള്ളതായിട്ടുള്ള പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബ്രാൻഡാണ് എല്ലാം. ബാക്കിയുള്ള 4 ബ്രാൻഡും ആഹാരമായിക്കോട്ടെ, നമ്മൾക്കറിയാം നമ്മളുടെ കറി പൗഡേഴ്സിലും ഒക്കെ ഒരുപാട് തരത്തിലുള്ള മായങ്ങൾ ചേർത്തിട്ടുള്ള കറി പൗഡേഴ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മായം ചേർത്തിട്ടുള്ള കറി പൗഡേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആ മാരകമായിട്ടുള്ള വിഷമാണ് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പ്രതിവിധി എന്നോണമാണ് ആഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് വരുന്നത്. നമ്മൾക്കെല്ലാം വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കാൻ കറി പൗഡേഴ്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. ന്യൂ സ്റ്റാർ ഒരുപാട് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ആണ് അതിൽ വരുന്നത്.
സോപ്സ് ഉണ്ട്, ഒരുപാട് ബ്യൂട്ടി സോപ്സ് ഉണ്ട്, ഹെയർ ഓയിൽസ് ഉണ്ട് അല്ലെ. നല്ല ക്വാളിറ്റി സോപ്സും ഓയിൽസും പേസ്റ്റും ഒക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂ സ്റ്റാർ എന്നുള്ള ഒരു ബ്രാൻഡ് വന്നിട്ടുള്ളത്. അടുത്തതാണ് മൈ ഹോം. അതിലെന്താണ്? ഹോം കെയർ പ്രൊഡക്ട്സ് ആണ് അല്ലെ. ഹോം കെയർ, നമ്മളുടെ വീട് മാലിന്യ വിമുക്തമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ആണ്. ഡിഷ് വാഷർ, ഡിറ്റർജൻസ് ഒക്കെയാണ് മൈ ഹോമിൽ വരുന്നത്. അടുത്തതാണ് ഇന്ത്യ ഗ്രോ അല്ലെ. ഇന്ത്യ ഗ്രോ, വളരട്ടെ ഇന്ത്യ അല്ലെ. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ, കാർഷിക വിളവ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളാണ്, ഒരുപാട് പ്രൊഡക്ട്സ് ആണ് ഇന്ത്യ ഗ്രോയിൽ വരുന്നത്. ഇനി നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, നമ്മുടെ പൂർവികര് എന്ന് പറയുമ്പോൾ നമ്മളുടെ മുതുമുത്തച്ഛന്മാര്, അവരുടെയൊക്കെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് എത്രയായിരുന്നു? അവരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. 90, 100 വയസ്സിനൊക്കെ മുകളിലായിരുന്നു അവര് ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ നൂറ്റാണ്ടിലെ ആൾക്കാരുടെ ആയുസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 കുറഞ്ഞിരിക്കുകയാണ് അല്ലെ. 50, 55, 60 വയസ്സ് വരെയാണ് ഇന്നത്തെ ഈ ഒരു നൂറ്റാണ്ടിലെ ആൾക്കാരുടെ ആയുസ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഇത്രയധികം 100-ലധികം ഉണ്ടായിരുന്ന ആ ഒരു ആയുസ്സിൽ ഇത്രയധികം കുറവ് വന്നത്? നേരെ പകുതിയായിട്ടാണ് അത് കുറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം കുറവ് വന്നത്? നമ്മൾക്കറിയാം, ഇന്ന് എന്താണ്, പ്രമേഹം മുതൽ ക്യാൻസർ വരെ ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താവുന്ന ഒന്നാണ്. ജീവിതശൈലി രോഗങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ? ജീവിതത്തെ നമ്മൾ എപ്രകാരമാണ് നമ്മളുടെ ശരീരത്തെ പരിപാലിക്കുന്നത്, അപ്രകാരമാണ് നമ്മൾക്ക് ഓരോ രോഗങ്ങളിലും നമ്മൾ അടിമപ്പെടുന്നത്. നമ്മൾക്ക് നല്ല പോലെ രോഗപ്രതിരോധ ശേഷി ഉണ്ട് എങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള വഴി അല്ലെങ്കിൽ മാർഗം ശരീരം തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്നുള്ളത്. നമ്മൾക്കറിയാം, നമ്മളുടെ ശരീരം 24 മണിക്കൂറും ഭയങ്കര വിജിലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എപ്പം വേണമെങ്കിലും ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡി, ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, നമ്മളുടെ ശരീരത്തെ ആക്രമിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടാണ് നമ്മുടെ ശരീരം നിലകൊള്ളുന്നത്. നമ്മൾക്കറിയാം, ഇപ്പം ഞാൻ ഇവിടുന്ന് ശ്വസിക്കുന്നു, നിങ്ങൾ എല്ലാവരും ശ്വസിക്കുന്നു. കോടിക്കണക്കിന് ബാക്ടീരിയാസും വൈറസും ജേംസും ഒക്കെയാണ് എന്റെ ശ്വസിക്കുന്ന ആ ഒരു വായുവിലൂടെ എന്റെ ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. എന്നും കരുതി എനിക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും രോഗത്തിന് നമ്മൾ അടിമപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിനായിട്ടാണ് നമ്മളുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി നമ്മളുടെ ശരീരത്തിൽ ഉള്ളത്. രോഗം വരാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയാസ് ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ തന്നെ ശരീരത്തിനകത്ത് ഉണ്ട്. ഇന്ന് ഈ ഒരു കൊറോണ കാലത്ത്, COVID-19 ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നതാണ് എന്താണ്? രോഗപ്രതിരോധ ശേഷി അല്ലെ. രോഗപ്രതിരോധ ശേഷി ഉള്ളവർക്ക് കൊറോണ വൈറസ് അത്ര കണ്ടങ്ങനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും രോഗപ്രതിരോധനത്തിന്റെ മാർഗത്തിലേക്കാണ് പോകുന്നത്. ഏത് മെഡിസിനിലാണ് ഈ രോഗപ്രതിരോധനത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉള്ളത്? അങ്ങനെ ആയുർവേദത്തിലേക്ക് എല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളുടെ ഗവൺമെന്റ് തന്നെ ഈ കഴിഞ്ഞ 2 ദിവസം 28-ന് നമ്മളുടെ ഗവൺമെന്റ് തന്നെ നല്ല ആയുർ രക്ഷാ ക്ലിനിക്കുകളും അതുപോലെ തന്നെ ആയുർ ഷീൽഡ് തുടങ്ങിയ പദ്ധതികളുമൊക്കെ ആരംഭിച്ചിരുന്നു. എന്തിനാണ് അത്? അല്ലെ, രോഗപ്രതിരോധനത്തിന് ആയുർവേദത്തിന് ഒരിക്കലും നമ്മൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു പങ്കാണ് ആയുർവേദം വഹിക്കുന്നത് എന്ന ഒരു ബോധത്തെ തുടർന്നാണ് നമ്മളുടെ ഗവൺമെന്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, എല്ലാവരും ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് ആയുർ രക്ഷാ ക്ലിനിക്കുകളുടെയും ഒക്കെയാണ് ഇപ്പോൾ ആരംഭിച്ചിരുന്നത്. അപ്പൊ അത്ര കണ്ടാണ് ആയുർവേദത്തിന് പ്രാധാന്യമുള്ളത്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ ഇത്രയും പറഞ്ഞു അല്ലെ, രോഗപ്രതിരോധ ശേഷി ഉണ്ട് നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ എന്ന് പറഞ്ഞു. ഈ ഒരു രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാരണങ്ങളാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി താറുമാറാവുകയാണ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ കേവലം ഒരു 7-8 കാരണങ്ങളാണ് പറയുന്നത്. കേവലം ഈ ഒരു 7-8 കാരണങ്ങൾ മാത്രമല്ല രോഗപ്രതിരോധ ശേഷിയെ ഹനിക്കുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് സ്ട്രെസ്.
സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്ന അത് നമുക്കറിയാം. ടെൻഷൻ വരുമ്പോൾ ടെൻഷൻ ഏതൊക്കെ ഭാഗങ്ങളിൽ എത്ര കണ്ട് ആണ് അഫക്റ്റ് ചെയ്യുന്നത്, ബാധിക്കുന്നത് എന്നറിയണമെങ്കിൽ ടെൻഷൻ വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങളെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ടെൻഷൻ വരുമ്പോൾ നമ്മളുടെ തലയിൽ എങ്ങനെയായിരിക്കും? ടെൻഷൻ അധികമായിട്ടുള്ള ടെൻഷൻ വരുമ്പോൾ നമ്മൾക്ക് മറന്നുപോകും അല്ലെ? ഇപ്പൊ ഒരു പരീക്ഷാ സമയത്തായിക്കോട്ടെ, എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ടെൻഷൻ കാരണം അല്ലെ മറന്നുപോകും ഇല്ലേ? അപ്പൊ മറവി എന്നുള്ളത് അല്ലെ, മെമ്മറീനെയാണ് ടെൻഷൻ ബാധിക്കുന്നത്. പിന്നെയാണെങ്കിലോ അമിതമായിട്ടുള്ള ഒരു ടെൻഷൻ വരുമ്പോൾ നമ്മൾക്കറിയാം തലവേദന ഉണ്ടാവും. പിന്നെയോ ഉറക്കം, നമ്മൾ രാത്രിയിലൊക്കെ നല്ല കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റുമോ ടെൻഷൻ വരുമ്പോ? ഇല്ല അല്ലെ? ഉറക്കമൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. വളരെ കുറെ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? കൂടിയിരിക്കും അല്ലെ? ചില ആൾക്കാരിലാണെങ്കിൽ പേടി വരുമ്പോ തണുത്ത് വിറച്ച് ഇരിക്കും അല്ലെ? ഇനി നമ്മളുടെ ഹൃദയത്തിന്റെ കാര്യത്തിലേക്ക് പോകാം. ഹൃദയത്തിന്റെ അവസ്ഥ, ഹൃദയത്തെ എത്തരത്തിലാണ് അത് ബാധിക്കുന്നത്? ഹൃദയത്തിന്റെ ഹൃദയമിടിപ്പ് കുറവായിരിക്കോ കൂടുതലായിരിക്കോ? വളരെയധികം കൂടുതലായിരിക്കും അല്ലെ? നമ്മൾ പറയും അടുത്തുള്ള ആൾക്കാർക്ക് കേൾക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഹൃദയം ഇടിക്കുന്നത് എന്ന് പറയും. അത്രയും ശക്തിയായിട്ടാണ് ഹൃദയം ഇടിക്കുന്നത്. ബ്ലഡ് പ്രഷറിൽ വളരെയധികം വർധനവാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പൾസ് റേറ്റ് വളരെയധികം വർധനവാണ് ഉണ്ടാകുന്നത്. ഇനി നേരെ നമ്മൾ ആമാശയത്തിലേക്ക് പോവുകയാണെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ചില ആൾക്കാരിലാണെങ്കിൽ വേഗത്തിൽ വിശപ്പ് വരും ടെൻഷൻ ഉള്ള സമയത്ത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഐസ്ക്രീമും അല്ലെങ്കിൽ ഭക്ഷണവും ഒക്കെ ഇങ്ങനെ വാരി വലിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കും. മറ്റു ചിലരിലാണെങ്കിലോ വിശപ്പേ ഉണ്ടാവില്ല അല്ലെ? ഭക്ഷണം കഴിക്കണമെന്നേ ഇല്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ചില ആൾക്കാർക്കാണെങ്കിൽ പേടി കൊണ്ട് വയറിളക്കം സംഭവിക്കാം, അല്ലെങ്കിൽ മലബദ്ധം ഉണ്ടാകാം, മലം കട്ടിയായിട്ട് പോകും. ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് മലം കട്ടിയായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇനി നമ്മുടെ കൈകാലുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കൈകാലുകളിലുള്ള വേദന, നടുവേദന തുടങ്ങി അല്ലെ തല മുതൽ കാല് വരെ സ്വാധീനം ചെലുത്താൻ അത്രയ്ക്കും കഴിവുള്ളതായിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ടുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ഇന്ന് നമ്മൾക്കറിയാം, നമ്മൾ വിരൽ ഒന്ന് ഞൊടിച്ചാൽ മതി, നമ്മൾക്ക് എത്ര വലിയ ഹോട്ടലിലെയും എത്ര കേമമായിട്ടുള്ള ഭക്ഷണവും നമ്മളുടെ വീട്ടിലേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള സാങ്കേതികമായി അത്രയും നമ്മൾ മുന്നോട്ട് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്രകാരം നമ്മൾ ഓർഡർ ചെയ്ത് നമ്മളുടെ വീട്ടിലേക്ക് വരുത്തുന്ന ഭക്ഷണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണോ നമ്മൾ ഈ കഴിച്ചു കൂട്ടുന്നത്? ബർഗർ, പിസ്സ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണോ? നമ്മളുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ഫാറ്റ്സ് ഇതൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിലൊക്കെ ഒരുപാട് അഡൾട്ടറേറ്റ്സ് അല്ലെ, ഒരുപാട് അജിനോമോട്ടോ പോലുള്ള ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരുപാട് മാരകങ്ങളായിട്ടുള്ള സാധനങ്ങളാണ്. അതേപോലെ തന്നെ കേടുപാട്, പഴക്കം അല്ലെങ്കിൽ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടും മാരകങ്ങളായിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇതിലൊക്കെ തളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിലേക്ക് അടിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളുടെ ഇറച്ചിയൊക്കെ ആണെങ്കിലും നമുക്കറിയാം, കോഴി ഇറച്ചി എന്നൊക്കെ പറയുന്നത് വളരെയധികം ഹോർമോൺസ് ഒക്കെ കുത്തിവെച്ചിട്ട് വരുന്ന കോഴിയാണ്. അത് നമ്മൾ കഴിക്കുന്നത് വഴി ആ ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ വരികയും നമ്മളുടെ അവയവങ്ങളിലെ എല്ലാം കേടുപാട് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ചില മരുന്നുകളുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം. നിങ്ങൾക്ക് തന്നെ അറിയാം, പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു രീതിയാണ്, ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകും ഇന്നൊരു രോഗത്തിന്, അപ്പൊ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇന്ന രോഗങ്ങൾക്ക്, ഇന്നിപ്പോ പനി ആയിട്ട് തന്നെയാണെങ്കിൽ പനി പ്ലസ് ജലദോഷമുണ്ട്, ആ രോഗിക്ക് ഡോക്ടർ മരുന്നുകൾ എഴുതി. അപ്പൊ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരൂ എന്ന് പറയും. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് വിടും. അങ്ങനെ പറഞ്ഞു വിടുന്ന ഈ രോഗികൾ ഒരാഴ്ച കഴിഞ്ഞ് ആ രോഗം മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരാഴ്ച കഴിഞ്ഞ് ഈ രോഗി വരാറില്ല പൊതുവെ. പിന്നീട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഈ രോഗിക്ക് വീണ്ടും അതേ പനി, ജലദോഷം വരികയാണെങ്കിൽ ആ രോഗി പിന്നെയും ഡോക്ടറിന്റെ അടുത്തേക്ക് വരുവോ? ഇല്ല. അവർ ആ പ്രിസ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് തന്നെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ പിന്നെയും കുറെ കാലങ്ങളിലേക്ക് അവരിങ്ങനെ ആ മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ ഡോക്ടർ എഴുതിയ ആ ഒരു മരുന്ന് എന്ന് പറയുന്നത് ആ ഒരു സമയത്തെ അയാളുടെ ലക്ഷണങ്ങൾക്ക് ഉള്ള ഒരു മരുന്നായിരുന്നു. പിന്നീട് ഉണ്ടാകുന്ന പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതിനേക്കാളും കുറഞ്ഞ റേറ്റിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിലോ കൂടിയ രീതിയിലായിരിക്കും, ബാക്ടീരിയാസും ഒക്കെ വളരെയധികം വ്യാപിച്ചിട്ട് വൈറൽ ഫീവർ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ ചെറിയൊരു പനിക്ക് നൽകിയ മരുന്ന് കൊണ്ട് തന്നെ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇത്തരത്തിൽ ഉള്ള അമിതമായിട്ടുള്ള ചില മരുന്നുകളുടെയൊക്കെ ഉപയോഗം. അല്ലാതെ തന്നെ വേറൊരു രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ എക്സസൈസ്. ചിലപ്പം ഡോക്ടർ പറയും ഒരു മാസത്തേക്ക് കഴിക്കൂ,
നമ്മൾ 1 മാസം കഴിഞ്ഞ് പിന്നെയും അങ്ങനെ അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടറെ പോയി ചെക്ക് ചെയ്യാതെ തന്നെ. ഇത്തരത്തിലുള്ള മരുന്നുകൾക്കൊക്കെ ഒരുപാട് പാർശ്വഫലങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങളെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. അടുത്തതായിട്ടുള്ളതാണ് മദ്യപാനവും പുകവലിയും. നമ്മളുടെ എല്ലാ ശരീരത്തിലെ അവയവങ്ങളെയും, കിഡ്നി, ലിവർ, ലങ്സ് തുടങ്ങിയ എല്ലാ അവയവങ്ങൾക്കും കേടുപാട് സംഭവിക്കാൻ, ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ വരുന്നതിന് കെൽപ്പുള്ളവയാണ് ഈ പറഞ്ഞ പുകവലിയും മദ്യപാനവും. മലിനമായിട്ടുള്ള വായു ശ്വസിക്കുന്നത് വഴി ഓക്സിജന്റെ അഭാവം ഉണ്ടാവുകയും കാർബൺ മോണോക്സൈഡ് ശരീരത്തിൽ അധികമായിട്ട് വരുന്നത് കൊണ്ടും നമ്മുടെ ശ്വാസകോശത്തിലൊന്നും ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴത്തേക്കും ഫുൾ ഓർഗൻസ് ബ്രെയിന് മുതൽ നമ്മളുടെ തലച്ചോറ് മുതൽ കാലുകൾ വരെയുള്ളത് അത്രയും ഭാഗത്തേക്ക് ആണ് ഇത് ബാധിക്കുന്നത്. ഉറക്കം കൃത്യമായിട്ടില്ലെങ്കിൽ, ആയുർവേദത്തിൽ പറയും ഉറക്കം എന്ന് പറയുന്നത് കൃത്യമായിരിക്കണം. ആ ഉറക്കത്തെ ആസ്പദമാക്കിയിട്ടാണ് ഒരുവന്റെ ബലം, അതേപോലെ തന്നെ ഉന്മേഷം, ഊർജം, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഉറക്കത്തിലാണ്. അപ്പൊ ഉറക്കം കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിറ്റേ ദിവസത്തേക്ക് ഒരു ആലസ്യം, ഒരു ലേസിനെസ് ഉണ്ടാവും, ഒരു മടി ഉണ്ടാവും, ഒന്നിലും ഒരു ശ്രദ്ധ ചെലുത്താനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഇവിടെ നമുക്ക് ഓർക്കാവുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പൊ പരീക്ഷാ സമയത്ത് കുട്ടികളൊക്കെ ഇരുന്ന് ഉറക്കമൊളച്ച്, രാത്രിയൊക്കെ ഉറക്കമൊളച്ച് 1 മണിക്കൂറൊക്കെ ഉറങ്ങി പഠിച്ച് പരീക്ഷ എഴുതുന്ന പിള്ളേരോട് ചോദിച്ചാൽ അറിയാം, അത്രയും വൃത്തിയായിട്ട് പഠിച്ച ഭാഗങ്ങൾ പോലും കുട്ടികൾക്ക് എഴുതാൻ പറ്റാത്തതായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം വിചാരിക്കും, ശരി, ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാം 2ഉം 3ഉം റൗണ്ട് പഠിച്ച് തീർത്തിട്ടാണ് പോകുന്നത്, പരീക്ഷ എഴുതുന്നത്, ഇനി എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റും. പക്ഷെ അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ബ്രെയിനിന് റെസ്റ്റ് കൊടുത്തില്ല. 24 മണിക്കൂറും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രെയിനിന് ഒരു റെസ്റ്റ് വേണം. അതുകൊണ്ട് തന്നെ എന്താണ് മറവി എന്ന് പറയുന്നത് വരുന്നത്. ഇനി അടുത്തതാണ് ഇൻആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാര്. ഇതുപോലെ ഭക്ഷണം കഴിക്കുക, തിന്നുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന, വ്യായാമം ഒന്നും ചെയ്യാതെ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലും പലതരത്തിലുള്ള വ്യാധികളാണ് ഉണ്ടായി കണ്ടിട്ടുള്ളത്. പിന്നെയാണ് ഡീഹൈഡ്രേഷൻ. നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് 2 മുതൽ 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. ഇപ്പം പലതരത്തിലുള്ള അസുഖങ്ങൾ വരികയാണ്, ഇപ്പൊ കിഡ്നി സ്റ്റോൺ ഒക്കെ വരികയാണെങ്കിൽ 4 ലിറ്ററോളം വെള്ളമാണ് കുടിക്കാനായിട്ട് നമ്മൾ രോഗികളോട് പറയുന്നത്. അത്തരത്തിൽ വെള്ളം കുടിക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. രക്തത്തിൽ അങ്ങനെ വർദ്ധിച്ചു വരുന്നു. ഇനി മാരകങ്ങളായിട്ടുള്ള പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഒക്കെ തളിച്ചിട്ട് വരുന്ന ഈ പറയുന്ന ഭക്ഷണങ്ങൾ, ഇപ്പം പച്ചക്കറി ആയിക്കോട്ടെ, പഴങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് വഴി ആ മാരക വിഷം നമ്മളുടെ ശരീരത്തിൽ എത്തുകയും എല്ലാ അവയവങ്ങളെയും കേടുപാട് സംഭവിക്കാൻ അത്രയും കെൽപ്പുള്ളതാണ് ഈ പറഞ്ഞ മാരകങ്ങളായിട്ടുള്ള ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും തളിച്ചു വരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. മൊബൈൽ റേഡിയേഷൻ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്, നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നതാണ് ഈ പറഞ്ഞ മൊബൈലിന്റെ റേഡിയേഷൻ. നമുക്കറിയാം, ആൾക്കാരിൽ പലരും ഉറങ്ങുമ്പോൾ തലയണേന്റെ അടിയിൽ വെച്ചിട്ടാണ് കിടക്കുന്നത് അല്ലെ. അത്തരത്തിലൊക്കെ നമ്മളുടെ ബ്രെയിനിനെയൊക്കെ ആ റേഡിയേഷൻ എന്ന് പറയുന്നത് വളരെ രീതിയിലാണ് ബാധിക്കുന്നത്. സൂര്യാഘാതം എന്ന് പറയുന്നതും ഏറ്റിട്ടും ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. നമ്മളുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്നത് വഴി ഒക്കെയും നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെയാണ് ബാധിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇത്രയും കാരണങ്ങൾ, ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഇത്രയും കാരണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പം എന്താണ് ഇതിനൊരു പരിഹാരം? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഹിപ്പോക്രാറ്റസ്, നമ്മളുടെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസ് പറഞ്ഞതാണ്, നിങ്ങളുടെ ഭക്ഷണമാകട്ടെ ഏറ്റവും വലിയ ഔഷധം. അത് തന്നെയാണ് ആയുർവേദത്തിലുള്ള ആചാര്യനും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പുറമേ പോയിട്ട് വല്ല മെഡിസിൻസോ ഔഷധങ്ങളോ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ആവശ്യത്തിലധികം പ്രോട്ടീൻസും വൈറ്റമിൻസും ന്യൂട്രിയൻസും വിറ്റാമിൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഒരു രോഗം വരുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ, അതിനോട് യുദ്ധം ചെയ്ത് അതിനെ തോൽപ്പിക്കാനുള്ള ശക്തി ശരീരത്തിന് കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഓർഗൻസും, എല്ലാ അവയവങ്ങളും, എല്ലാ ഭാഗങ്ങളിലേക്കും നല്ല ശുദ്ധമായിട്ടുള്ള ഒരു രക്തം എത്തിക്കുകയും ആ അവയവങ്ങളുടെ ഒക്കെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ നടത്തുന്നതിന് ഉറപ്പുവരുത്തുവാനും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നല്ല ഒരു ഭക്ഷണമാണ് എങ്കിൽ സാധിക്കും. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതും.
നമ്മൾ കഴിക്കുന്ന ഔഷധം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ടാണ് എങ്കിൽ നമ്മൾക്ക് വേറെ ഒരു ഔഷധത്തിന്റെയും ആവശ്യം ഇല്ല. ഇനി നമ്മൾ കുറേ രോഗം നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ തകിടം മറിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് അതിൽ നിന്നുമുള്ള ഒരു മോചനം നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടുക? 2 രീതിയിലാണ് കിട്ടുക. ഒന്ന്, നമ്മുടെ രോഗത്തിനോട് പറയുക, നമ്മളുടെ രോഗത്തെ കുറയ്ക്കുക എന്നുള്ളത്. അത് പറ്റുമോ? രോഗത്തെ കുറയ്ക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ. നമ്മളിപ്പോ നമ്മൾ ശ്വസിക്കുന്ന വായു മലിനമാണ്. ഇപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരുന്നു, അത് ശുദ്ധമായിട്ടുള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ പല രീതിയിൽ നമ്മൾ എപ്പോഴും എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പലവിധ വ്യാധികൾ നമ്മളുടെ ശരീരത്തിലേക്ക് അറിയാതെ തന്നെ കയറുകയാണ്. അപ്പം രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് അത്ര പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ എത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലേ. ഇപ്പൊ തന്നെ നമ്മൾ ഈ കോവിഡ് കാലത്ത് പറയുന്ന മാസ്ക് വെക്കണം അല്ലെ. ഇപ്പൊ തന്നെ ഒരുപാട് ബാധിച്ചവരിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, മാസ്ക് ഒക്കെ വെച്ച് കൈയൊക്കെ കഴുകിയിരിക്കുന്നവരിലും ബാധിച്ച റേറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ആ രോഗത്തിന്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ മാർഗമാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആയുർവേദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ക്ലിനിക്കുകളും മറ്റും തുടങ്ങുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ എത്രയൊക്കെ വൈറസ് വന്നോട്ടെ, എത്രയൊക്കെ മാരകങ്ങളായിട്ടുള്ള വൈറസുകൾ വന്നോട്ടെ, അതിന്റെ ഒന്നും മുന്നിൽ നമ്മൾ മുട്ടുമടക്കില്ല എന്നൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലെ ആ ഒരു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈ ഒരു ആശയത്തെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് നമ്മളുടെ ഓൺ ആൻഡ് ഓണിന് ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട്. ഹെൽത്ത് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, വെയിറ്റ് മാനേജ്മെന്റിനുണ്ട്, പ്രമേഹത്തിന്റെ കെയറിന് വേണ്ടിയിട്ടുള്ളതുണ്ട്, പ്രോട്ടീൻ പൗഡർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് നമ്മളുടെ ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന സ്റ്റാർ ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇന്നത്തെ ആദ്യത്തെ നമ്മളുടെ ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് 9E5 പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, 9E5ന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളുടെ ഏറ്റവും ഉള്ള ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും അല്ലെ. അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ 9E5 പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക്. അപ്പം എന്താണ് ഈ 9E5 എന്ന് പറയുന്നത്? എന്താണ് 9E5 എന്ന് പറയുന്നത്? 9 ലക്ഷം. എന്താണ് 9 ലക്ഷം? 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 9 ലക്ഷത്തിൽ എത്ര പൂജ്യമാണ് ഉള്ളത്? 5 പൂജ്യം അല്ലെ. അതാണ് 9E5 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. 9 ലക്ഷം എന്നാണ് പറയുന്നത്. എന്താണ് 9 ലക്ഷം? 9 ലക്ഷം ഒറാക്ക് വാല്യൂ ആണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റിനുള്ളത്. അപ്പൊ എന്താണ് ഒറാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഒറാക്ക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി. അതാണ് ഒറാക്ക്. അപ്പൊ എന്താണ് ഒറാക്ക്? ഒറാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബിൽ നടത്തുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലബോറട്ടറി ടെസ്റ്റ് ആണ് ഒറാക്ക് എന്ന് പറഞ്ഞാൽ. അതുവഴി നമ്മൾ എന്താണ് കണ്ടെത്തുന്നത്? TAC ആണ് നമ്മൾ അതുവഴി കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താണ് TAC എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. ഒരു പ്രൊഡക്റ്റിൽ എത്രത്തോളം ആന്റി ഓക്സിഡൻസ് ഉണ്ട് എന്ന് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഏറ്റവും ഫേമസ്. ഒരുപാട് തരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ള ഒറാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ടെസ്റ്റ് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ, ഇപ്പം നമ്മളുടെ 9E5 ആണ് ഒറാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ 9E5ന്റെ ഒരു പോർഷൻ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടുക. ഇനി അതിന് പകരം ഇപ്പം ആപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ ആപ്പിളിന്റെ ഒറാക്ക് വാല്യൂ, ആന്റി ഓക്സിഡൻസ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ ആപ്പിൾ. അപ്പം നമ്മളുടെ ഈ 9E5 ആ ഒരു സാമ്പിളിന്റെ ഒരു പോർഷൻ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം നമ്മൾ കൃത്രിമമായിട്ട് ഈ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതും ഈ ഒരു പോർഷൻ ഓഫ് നമ്മളുടെ 9E5ന്റെ ഒരു പോർഷൻ ഈ ടെസ്റ്റ് ട്യൂബിൽ ഇട്ടു. അതിനുശേഷം നമ്മുടെ ഫ്രീ റാഡിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മോളിക്യൂൾസ് ഇട്ടു. പിന്നെ ഈ ഫ്രീ റാഡിക്കൽസ് കാരണം
ഹാനി സംഭവിക്കാൻ അല്ലെങ്കിൽ നാശം സംഭവിക്കാൻ പാകത്തിനുള്ള കുറച്ച് മോളിക്യൂൾസും ഇട്ടു. അതിപ്പോ നമ്മളുടെ ശരീരത്തിന്റെ അകത്താണെങ്കിൽ നമ്മളുടെ ശരീരത്തിലുള്ള അവയവങ്ങളും ഓരോരോ എല്ലാ ഭാഗങ്ങളെയുമാണ് ബാധിക്കുന്നത്. അപ്പം അതിനു പകരം നമ്മൾ ചില മോളിക്യൂൾസിനെ ഇട്ടു. ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് കാരണം നാശം സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് മോളിക്യൂൾസിന് നിശ്ചിത സമയത്തിന് ശേഷം 2-3 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുകയാണ് എപ്രകാരത്തിലാണ് ഈ നാശം സംഭവിച്ചിട്ടുള്ളത്, എത്ര മടങ്ങ് നാശമാണ് ഈ മോളിക്യൂൾസിൽ ഫ്രീ റാഡിക്കൽസ് കാരണം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ഈ 9E5 നമ്മുടെ പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക്, നമ്മൾ വാദിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ഹെൽത്ത് ഡ്രിങ്കിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അത് ഈ മോളിക്യൂൾസിനെ സംരക്ഷിക്കാൻ പാകത്തിന് ഉള്ളതാണ്, സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ നിശ്ചിത സമയത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ മോളിക്യൂൾസിൽ ഒരു കേടുപാടും അല്ലെങ്കിൽ വളരെ ചെറിയ കേടുപാടും മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എങ്കിലാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതൽ, അതായത് അത്രയധികം ആന്റി ഓക്സിഡൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാനിപ്പോ കുറെ വാക്കുകൾ പറഞ്ഞു, ആന്റി ഓക്സിഡൻസ്, ഫ്രീ റാഡിക്കൽസ് എന്നൊക്കെ. അപ്പൊ എന്താണ് ഈ ഫ്രീ റാഡിക്കൽസ്, എന്താണ് ഈ ആന്റി ഓക്സിഡൻസ്? അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണയാണ് നിങ്ങൾക്ക് തന്നത്. എന്താണ് ഒറാക് എന്ന് പറഞ്ഞാൽ, ഒറാക് ടെസ്റ്റ് എന്താണ് എന്നൊക്കെ. നമുക്ക് കുറച്ചുകൂടി അകത്തേക്ക് കയറി നോക്കാം. എന്താണ് ഫ്രീ റാഡിക്കൽസ്, എന്താണ് ആന്റി ഓക്സിഡൻസ് എന്ന്. അപ്പൊ ഫ്രീ റാഡിക്കൽസ്, ആന്റി ഓക്സിഡൻസ് പറയുന്നതിനേക്കാൾ മുൻപേ നമ്മൾ പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മളുടെ ശരീരം എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന്. നമുക്കറിയാം, നമ്മൾ പണ്ട് കെമിസ്ട്രിയിലൊക്കെ ആറ്റംസ് കൂടി ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. മോളിക്യൂൾസ് കൂടി കുറച്ചുകൂടി വലിയ മോളിക്യൂൾസ് ആകുന്നു. ആ വലിയ മോളിക്യൂൾസ് കൂടിയിട്ടാണ് ചെറിയ ചെറിയ ഓർഗനൽസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നു. അത് കൂടിയിട്ട് കോശങ്ങൾ ഉണ്ടാകുന്നു, സെൽസ് ഉണ്ടാകുന്നു. സെൽസ് കൂടിയിട്ട് ടിഷ്യൂ ഉണ്ടാകുന്നു. ടിഷ്യൂസ് കൂടിയിട്ടാണ് അവയവങ്ങൾ, ഓരോരോ ഓർഗൻസ് ഉണ്ടാകുന്നത്. ആ ഓർഗൻസ് ആണ് ഓരോരോ സിസ്റ്റം. ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ വായ മുതൽ ചെറുകുടൽ, വൻകുടൽ, ഇസോഫാഗസ്, ചെറുകുടൽ, വൻകുടൽ, മലദ്വാരം മുതൽ അത്രയുമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സിസ്റ്റംസ് ഉണ്ടാകുന്നത്. അപ്പം പ്രാഥമികമായിട്ട് ചെറിയ രീതിയിൽ താഴെത്തട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവയവങ്ങൾ എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ആറ്റംസ് വഴിയാണ്. ആറ്റംസ് വഴിയാണ് നമ്മളുടെ ഓരോ അവയവങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. സെൻട്രലില് ന്യൂക്ലിയസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. അതിന് ചുറ്റും സർക്കിൾ ആയിട്ട് ഇങ്ങനെ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മളുടെ സൗരയുധത്തെ, നമ്മളുടെ സോളാർ സിസ്റ്റത്തെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂര്യന്റെ ചുറ്റും എപ്രകാരമാണ് ഗ്രഹങ്ങൾ കറങ്ങുന്നത്, അതേപോലെ തന്നെ ആണ് ആറ്റംസിന്റെ ചുറ്റും എന്തുണ്ട്, ഓരോ ഓർബിറ്റ്സിലായിട്ട് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് അകത്തുള്ളത്. ഇനി ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെല്ലാവരും ശ്വസിക്കുന്നു. നമ്മൾ രാവിലെ കഴിച്ച ഭക്ഷണം ദഹിച്ചുകൊണ്ടിരിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നു, രാത്രി കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കുന്നു. നമ്മൾ നടക്കുന്നുണ്ട്, നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമ്മൾ ആലോചിക്കുന്നുണ്ട്, നമ്മൾ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ പല വിധത്തിലുള്ള ആക്ഷൻസും റിയാക്ഷൻസും ഓരോരോ കർമ്മങ്ങളാണ് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നത്. ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഒരു രീതിയിൽ. ഇനി നമ്മൾ മലിനമായിട്ടുള്ള വായു ശ്വസിക്കുന്നു. എപ്പോഴും മൊബൈൽ ഫോൺ നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നു, ഉറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മലിനമായിട്ടുള്ള വായു ശ്വസിക്കുന്നു, മലിനമായിട്ടുള്ള വെള്ളം കുടിക്കുന്നു, മലിനമായിട്ടുള്ള ആഹാരം കഴിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിന്റെ അളവിൽ വളരെയധികം വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിനെ നമ്മൾക്ക് നിർത്താം. ശരി, ഇനി മുതൽ ഞാൻ നല്ല ശുദ്ധമായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളമേ കഴിക്കുള്ളൂ, വീട്ടിൽ പാചകം ചെയ്തിട്ടുള്ള ഭക്ഷണമേ കഴിക്കുള്ളൂ, നല്ല വായു മാത്രമേ ശ്വസിക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഫ്രീ റാഡിക്കൽസിന്റെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അല്ലാതെ ഞാൻ പറഞ്ഞു, നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമ്മൾ നടക്കുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴും ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എന്താണ് ഫ്രീ റാഡിക്കൽസ്? ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ? നമ്മുടെ ശരീരത്തില് ഒരുപാട് തരത്തിലുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, പല തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസ് എന്താണ്? ഫ്രീ ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യഥേഷ്ടം ശരീരത്തിൽ എവിടെയും സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നവയാണ് നമ്മൾ ഫ്രീ എന്ന് പറയുന്നത്.
അതാണ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവയിൽ എന്താണ് നടക്കുന്നത്? ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ഒരു എന്താണ് ഒരു ഇലക്ട്രോൺ ഇവിടെ നോക്കിയാൽ അറിയാം എല്ലാവരും ജോഡിയായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ, പെയേർഡ് ആണ്. പക്ഷെ ഇതാണ് അൺപെയേർഡ്, ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. ഇതാണ് ഫ്രീ റാഡിക്കൽസ്. ഇവയ്ക്ക് യഥേഷ്ടം സഞ്ചരിക്കാനായിട്ട് പറ്റുന്നവയാണ്. ഇതാണ് ഹെൽത്തി. ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള എന്താണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. എല്ലാ ഇലക്ട്രോൺസും പെയേർഡ് ആയിട്ടുള്ളതാണ്. ഇനിയും ഇതാണ് അൺഹെൽത്തി. എന്താണ്? ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ആണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതെന്താണ്? ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഇതിന് നിലനിൽപ്പില്ല. ഇതെന്താണ് ചെയ്യുക? നിലനിൽപ്പിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കൂട്ടത്തെ ഉള്ള ആൾക്കാര് പിടിച്ചോണ്ടേയിരിക്കും. ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം 5 പേര്, ഉദാഹരണത്തിന് ഇപ്പൊ ഒരു 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അവര് നല്ല സ്ഥിരമായിട്ട് കൈയൊക്കെ കോർത്ത് പിടിച്ച് നിൽക്കുകയാണ്. 5 പേരടങ്ങുന്ന ഗ്രൂപ്പ്. അപ്പൊ ഒരാൾ വരികയാണ്. ആ ഒരാൾക്ക് എങ്ങനെയും ഒരാളെയും കൂടി വേണം, എങ്കിലേ അയാൾക്ക് നിലനിൽപ്പുണ്ടാവും. അപ്പൊ ഈ 5 ആൾക്കാരെ കൂട്ടത്തിൽ നിന്നും പോയി ഒരാളെ പിടിച്ചു വലിച്ച് ഇയാള് നിലനിൽപ്പോടുകൂടി നിന്നു. ഇനി ആ 5 ആൾക്കാരുടെ അവസ്ഥ എന്താണ്? അവർക്ക് നിലനിൽപ്പുണ്ടോ? ഇല്ല. അവരുടെ നിലനിൽപ്പാണ് തകിടം മറിഞ്ഞിട്ടുള്ളത്. അവര് പിന്നെ എന്താവുകയാണ്? ഫ്രീ റാഡിക്കൽസ് ആവുകയാണ്. അത് പിന്നെ ഫ്രീ റാഡിക്കൽസ്, ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ വേറെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യത്തോടു കൂടി നിൽക്കുന്ന വേറെ ആറ്റംസിന്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് ഈ ഫ്രീ റാഡിക്കൽസ്, ഞാൻ പറഞ്ഞു പുതിയ പഠനം തെളിയിച്ചിട്ടുള്ളത് ഒരുപാട് തരത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മളുടെ ശരീരത്തിലുള്ള പലവിധ രോഗങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ നോക്കുകയാണെങ്കിൽ അൾഷിമേഴ്സ് ഡിസീസസ്, പാർക്കിൻസോണിസം, ഡിപ്രഷന്, ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ എന്താണ് ചിലപ്പം മൂഡ് സ്വിങ്സ്, ചിലപ്പം നല്ല ഉന്മേഷത്തോടു കൂടി ഇരിക്കും, ചിലപ്പം ഭയങ്കര എന്താണ് സാഡ് ആയിട്ട് ഒരു ഉന്മേഷവും ഇല്ലാതെ ആരോടും വർത്താനം പറയാതെ വിഷാദ രോഗിയായിട്ടിരിക്കും. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ. ഹൃദയത്തിലേക്ക് വരികയാണെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഹൈ ബ്ലഡ് പ്രഷർ, അതിറോസ്ക്ലിറോസിസ് പോലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ആൻജിന എന്ന് പറയുന്ന തരത്തിലുള്ള രോഗങ്ങൾ. ഇനി നമ്മളുടെ വൃക്കയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ വൃക്ക സംബന്ധിച്ചിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസോർഡേഴ്സ്, സോറിയാസിസ്, ക്യാൻസർ, കിഡ്നിയെ ബാധിക്കുന്ന ക്യാൻസർ ഒക്കെയും വരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. സ്കിന്നിലെയാണ് സോറിയാസിസ്, അതുപോലെ തന്നെ ചൊറിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ജോയിന്റ്സിലാണെങ്കിൽ നമ്മുടെ സന്ധികൾ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള സന്ധി വേദന ഉണ്ടാകുന്നുണ്ട്. ബ്ലഡ് വെസൽസിന്റെ ആണെങ്കിൽ അവരുടെ ആ സുഗമമായിട്ട് പോകുന്ന ആ ഒരു സഞ്ചാരഗതിയെ തന്നെ ഹനിക്കുന്നതിനായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ. ഇപ്പൊ എന്താണ് അതിറോസ്ക്ലിറോസിസ്, വെരിക്കോസ് വെയിൻ തുടങ്ങിയ രോഗങ്ങൾ. ലങ്സിലാണെങ്കിൽ ആസ്മ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, അതായത് ശ്വാസതടസ്സം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ. കണ്ണിലാണെങ്കിൽ കണ്ണിന്റെ കാഴ്ചശക്തി മങ്ങി വരിക, കാറ്ററാക്ട് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരിക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെയും ഇതൊക്കെ വരുന്നത് ഫ്രീ റാഡിക്കൽസ് കാരണം കൊണ്ട് മാത്രം എന്നല്ല പറയുന്നത്. പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ പുകവലിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാരണങ്ങൾ, പ്ലസ് ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസിന്റെ അളവ് ശരീരത്തിൽ കൃത്യമാക്കിക്കൊണ്ട് നമ്മൾ കൊണ്ടുപോയിട്ടില്ല എങ്കിലും എന്ത് വരും? ഈ പറഞ്ഞ രോഗങ്ങൾ ഒക്കെയും. അപ്പൊ നോക്കിയാൽ അറിയാം അല്ലെ, തല മുതൽ കാല് വരെയുള്ള അത്രയും രോഗങ്ങൾ വരുത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത്? ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ്. ഇപ്പം ഈ ഒരു ഉദാഹരണത്തിന് നോക്കിയാൽ അറിയാം, ഈ ഒരു ആപ്പിൾ നോക്കൂ. ഈ ഒരു ആപ്പിൾ വഴിയാണ് നമ്മളുടെ ശരീരത്തിൽ എപ്രകാരമാണ് ഫ്രീ റാഡിക്കൽസ് കാരണം എപ്രകാരമാണ് കോട്ടം സംഭവിക്കുന്നത്, സെൽസിന് ഡാമേജ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു പിക്ചർ നോക്കിയാൽ അറിയാം. ആദ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള മൗസ് നോക്കൂ. ആദ്യം ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് ഒരു ആപ്പിള്. അത് ശേഷം നോക്കൂ ചുക്കിച്ചുളിഞ്ഞ് അല്ലെ നാശമായിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഫ്രീ റാഡിക്കൽസ് കാരണം നമ്മളുടെ സെൽസിന് സംഭവിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള സെൽസ് അറ്റാക്ക് ചെയ്തു ഫ്രീ റാഡിക്കൽസ് വരുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു സൈസും ഒക്കെ തന്നെയാണ് അതിന്റെ കർമ്മം തന്നെ ചെയ്യുന്നതിലാണ് അതിന് ഹനിക്കുന്നത്. അപ്പം ഇതിനെന്താണ് നമ്മൾക്ക് പ്രതിവിധിയായിട്ട് നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്? എന്താണ്? അതിനായിട്ടുള്ളതാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആന്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ. ഇപ്പൊ നമ്മള് ആന്റി ബാക്ടീരിയൽ, ആന്റി ഡയബറ്റിക്സ്, ആന്റി വൈറൽ എന്നൊക്കെ പറയുന്നതൊക്കെ എതിരെ, ബാക്ടീരിയാസിനെതിരെ പ്രവർത്തിക്കുന്നത്, വൈറസിന് എതിരെ പ്രവർത്തിക്കുന്നത്, അങ്ങനെയാണ്. അപ്പം ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
ഓക്സിഡേറ്റീവ് സ്ട്രെസ് വഴിയാണ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പറയുന്ന ഓക്സിഡേഷൻ എന്ന് പറയുന്ന ആ കർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നവയാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ 95 ആദ്യം ഞാൻ പറഞ്ഞു 95 എന്താണ് ഈ പറഞ്ഞ 9 ലക്ഷം എന്ന് പറയുന്നത്? 9 ലക്ഷമാണ് അതിന്റെ ടോട്ടൽ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി എന്നുള്ളത്. അപ്പൊ എന്താണ് ആന്റി ഓക്സിഡൻസ്? ആന്റി ഓക്സിഡൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള റാഡിക്കൽസ് ആയിട്ടുള്ള ഈ ഫ്രീ റാഡിക്കൽസിനെ ഒരു ആറ്റംസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ കൊടുക്കാനായിട്ട് സഹായിക്കുന്നവയാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഇപ്പം 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലേക്ക് ഒരാള് നിലനിൽപ്പില്ലാത്ത ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ വരികയാണ്. ആ 5 ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയാണ് ഒരാളെ പിടിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഒരാൾ വരുന്നത്. അയാൾ പറയാ, ഇന്ന എടുത്തോ, നീ എന്നിട്ട് നിലനിൽപ്പ്, നീ നല്ല രീതിയിൽ നിന്നോ, സ്ഥിരമായിട്ട് നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരുമ്പോ ഈ ഫ്രീ റാഡിക്കൽക്ക് ആ 5 ആളുടെ അടുത്തേക്ക് പോവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ്, യാതൊരു പ്രയത്നവും ഇല്ലാതെ ഒരാൾ വന്നെന്നാ നീ എടുത്തോ ഒരാളെ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ആ ഫ്രീ റാഡിക്കൽ എന്തായി? അവിടെ തന്നെ സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത്, സ്ഥിരമാവുകയാണ് ചെയ്യുന്നത്, നിലനിൽപ്പ് ഉള്ളതായി തീരുകയാണ് ചെയ്യുന്നത്. അതാണ് ആന്റി ഓക്സിഡൻസിന്റെ കർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിന്റെയും അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസിന്റെയും അളവ് കൃത്യമായിട്ട് നടക്കുകയാണ് എങ്കിൽ, എത്രത്തോളം ഫ്രീ റാഡിക്കൽസ് ഉണ്ടോ അത്രത്തോളം ആന്റി ഓക്സിഡൻസ് ഉണ്ട് എങ്കിൽ അതാണ് പറയുന്നത് ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആ ഒരു അവസ്ഥ നമുക്ക് പറയാൻ പറ്റും. ഇനി ഫ്രീ റാഡിക്കൽസിന്റെ അളവ് വളരെയധികം കൂടുതലും ആന്റി ഓക്സിഡൻസിന്റെ അളവ് വളരെയധികം കുറവുമാണെങ്കിൽ അപ്രകാരം വരുമ്പോഴാണ് എന്ത് വരുന്നത്? നമ്മൾ രോഗത്തിന് അടിമപ്പെടുന്നത്. അപ്പം അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഫ്രീ റാഡിക്കൽസിനെ ശരീരത്തിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ 9E5 പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക്. പറയുകയാണെങ്കിൽ നമ്മളുടെ ലോക ആരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം 3000 മുതൽ 5000 വരെ യൂണിറ്റ്സ് ഓഫ് ഒറാക്ക് ആണ് ഒരു ദിവസം ആവശ്യമായിട്ട് ഉള്ളത്. എന്തിന്? ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസിനെ കളയാൻ വേണ്ടിയിട്ട് ആവശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മളുടെ മാലിന്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. പോഷകം ഒട്ടുമില്ലാത്ത ആഹാരമാണ് ഇന്നത്തെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 3000-ലും 5000-ലും ഒന്നും അത് നിൽക്കില്ല, അതിലും കൂടുതലാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കണക്ക് പ്രകാരം 20,000-ലും അധികമായിട്ട് ആന്റി ഓക്സിഡൻസ് നൽകാൻ ഒരു വസ്തുവിന്, ഒരു പ്രൊഡക്റ്റിന് കഴിവുണ്ട് എങ്കിലാണ് അത്തരത്തിലുള്ള പ്രൊഡക്ട്സിനെയാണ് വെരി ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റില് 9 ലക്ഷമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മളുടെ ഈ പ്രൊഡക്റ്റില് ഓരോ സാഷയും ഓരോ പാക്കറ്റിലുമുള്ള ഒറാക്ക് വാല്യൂ എന്ന് പറയുന്നത് 30,000 ആണ് ഒറാക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് 10 ആപ്പിളിന് തുല്യം. ഒരു ആപ്പിളിന് എന്ന് പറയുമ്പോൾ 3000 ആണ് ഒരു ആപ്പിളിലെ ഒറാക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 10 ആപ്പിൾ, ഒരു സാഷെ എന്ന് പറയുന്നത് 10 ആപ്പിളിന് തുല്യമാണ്. 10 ആപ്പിൾ എന്ന് പറയുമ്പോൾ 30,000 ആണ് ഒറാക്ക് വാല്യൂ ആണ് ഒരു സാഷെ കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 20,000-നെക്കാളും മുകളിലാണ് ഒന്നിന്റെ ഒറാക്ക് വാല്യൂ എന്ന് പറയുന്നെങ്കിൽ അതാണ് ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടേത് എത്രയാണ്? ഒരു ദിവസം നമ്മൾക്ക് കിട്ടുന്നത് 30,000 ആണ് ഒറാക്ക് വാല്യൂ. അപ്പം ബ്രൂൻസ്വിക് ലബോറട്ടറിയിൽ പരീക്ഷിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിലുള്ളത് 10 ലക്ഷമാണ് ഒറാക്ക് വാല്യൂ. പക്ഷെ നമ്മൾ 9 ലക്ഷം എന്നാണ് പറയുന്നത്. പക്ഷെ അതിനേക്കാളും അധികമാണ്, 10 ലക്ഷമാണ് എന്നുള്ളത് ലബോറട്ടറിയിൽ തെളിയിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഉള്ളത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. നമ്മളുടെ എല്ലാ വിധത്തിലുള്ള പ്രൊഡക്ട്സിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ളതല്ല, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്നും അത്യുത്തമമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിനെയാണ് നമ്മളുടെ ഓരോ പ്രൊഡക്ട്സിനും, എലമെന്റ്സ് വെൽനസ് ആയിക്കോട്ടെ, ഓൺ ആൻഡ് ഓൺ ആയിക്കോട്ടെ, ഓരോ പ്രൊഡക്ട്സും നിർമ്മിച്ചിട്ടുള്ളത് അത്യുത്തമമായിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ്. അപ്പം ഇതിലായിട്ട് ഞാൻ പറഞ്ഞു ഒരുപാട് പ്രൊഡക്ട്സിൽ ആപ്പിളിൽ ഒറാക്ക് വാല്യൂ ഉണ്ട്, ഒരുപാട് പഴത്തിലുണ്ട്, ഇലക്കറികളിൽ ഒറാക്ക് വാല്യൂ ഉണ്ട്, പച്ചക്കറികളിൽ ഒറാക്ക് വാല്യൂ ഉണ്ട്. പക്ഷെ നമ്മൾ എടുത്തിട്ടുള്ളത് ആപ്പിളും ഇലക്കറിയും പച്ചക്കറിയും ആണോ? അല്ല, നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അപ്പം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഒറാക്ക് വാല്യൂ നൽകാൻ കഴിയുന്നതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ബെറി പഴങ്ങൾ. ബെറി പഴങ്ങൾക്കാണ് ഏറ്റവും അധികം ഒറാക്ക് വാല്യൂ ഉള്ളത്.
ആ ബെറി പഴങ്ങളുടെ ഒരു സംയോജനം അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആണ് നമ്മളുടെ ഈ 9E5 പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത്. ബെറി പഴങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും റെഡ് കറന്റ് ബെറി, അക്കായ് ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി, ക്രാൻബെറി, പിന്നെയോ ചെറി പഴങ്ങൾ, റാസ്പെറി, ഗോജി ബെറി, എൽഡർ ബെറി, ബ്ലാക്ക് കറന്റ് ബെറി തുടങ്ങിയ ഒരു വലിയൊരു ബെറി പഴങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റിലുള്ളത്. അത് മാത്രമാണോ? അല്ല, അതിനോടൊപ്പം തന്നെ നെല്ലിക്ക, ചെറി പഴങ്ങൾ, അതേപോലെ തന്നെ നോനി പഴങ്ങളും കൂടി ചേർത്തിട്ടുള്ളതാണ് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള 9E5 പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക്. ഇനി നമ്മൾക്ക് ഓരോന്നിനും ആന്റി ഓക്സിഡൻസിന്റെ സപ്ലൈ, ആന്റി ഓക്സിഡൻസിനെ പ്രദാനം ചെയ്യുന്നതിനുപരി വേറെയും ചില കർമ്മങ്ങളും കൂടി ഓരോ ബെറി പഴങ്ങൾക്കും നിർവഹിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അക്കായ് ബെറി എന്ന് പറയുന്നത്. അക്കായ് ബെറി എന്ന് പറയുന്നത് നല്ലോണം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം കൃത്യമായിട്ടുള്ള രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുന്നതാണ് അക്കായ് ബെറി. ഗോജി ബെറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതാണ് ഗോജി ബെറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കീമോതെറാപ്പി, ഇപ്പൊ ക്യാൻസർ വന്ന് കീമോയും റേഡിയേഷനും റേഡിയോ തെറാപ്പിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവർ ഓരോ കീമോ കഴിയും തോറും വളരെയധികം ക്ഷീണിച്ച് ഊർജസ്സും ഓജസ്സും ഒക്കെ നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം അവർക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാൻസർ മാറി ഒരു കീമോയും വേണ്ട എന്ന് പറഞ്ഞിട്ടല്ല, ഓരോ കീമോ ഫേസ് ചെയ്യുന്നതിലും അവർക്ക് ഊർജമാണ് നൽകുന്നത്. അവരുടെ ആ ഒരു ബലം വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ക്യാൻസർ, നേത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, രക്തത്തിലെ ഷുഗറിന്റെ അളവ് ഒക്കെ നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്നതും കൂടിയായിട്ടുള്ളതാണ് ഗോജി പഴങ്ങൾ. അടുത്തതാണ് നോനി പഴങ്ങൾ. നോനി പഴങ്ങൾക്ക് തന്നെ പറയുന്നതാണ് ട്രീ ഫോർ ഹെഡേക്ക്. ഹെഡേക്ക് നിവാരണം, തലവേദന നിവാരണത്തിന് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ വേദന സംഹാരി എന്നുള്ള അർത്ഥത്തിലാണ് നോനി പഴങ്ങൾ. അതോടൊപ്പം തന്നെ വയറിളക്കം, മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹൃദയത്തിന്റെ ആരോഗ്യം എന്നിവ കാത്തു സംരക്ഷിക്കുന്നതിലും നോനി പഴങ്ങൾ വളരെ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. കറ്റാർവാഴ 200-ലധികം രോഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ. അതേപോലെ തന്നെ ക്യാൻസർ, പ്രമേഹം, അതുപോലെ തന്നെ അൾസർ, അതുപോലെ നമ്മളെ സ്കിന്നിനൊക്കെ അറിയാം അല്ലെ, കറ്റാർവാഴ ജെൽ, അലോവേറ ജെൽ നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് നൽകുന്നത്. സ്ട്രോബെറി നമ്മളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഹൃദയാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ അളവിൽ കുറവ് വരുത്തുകയാണ് ചെയ്യുന്നത്. ചീത്ത കൊളസ്ട്രോളിന്റെ അളവിനെ നിയന്ത്രിച്ച് കൃത്യമാക്കി കൊണ്ടുപോകുന്നതിൽ സഹായിക്കുന്നതും കൂടിയാണ് സ്ട്രോബെറി. അടുത്തത് ബ്ലാക്ക്ബെറി. ഏറ്റവും അധികം വൈറ്റമിൻ ബി, സി, വൈറ്റമിൻ കെ, കാൽഷ്യം, പ്രോട്ടീൻസ്, അയൺ, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ബ്ലാക്ക്ബെറി. റാസ്പെറി, ഒരുപാട് നാരടങ്ങിയിട്ടുള്ളതാണ് റാസ്പെറി എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ? പറയും അല്ലെ, പൊതുവെ പറയും, നിങ്ങൾ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് പറയാറുണ്ട്. എന്തിനാണ് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഏറ്റവും ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നം. ചില ആൾക്കാരിൽ വയറ് ഇളകിപ്പോവും, എപ്പോഴും വയറിളക്കമായിരിക്കും. ചില ആൾക്കാരിലാണെങ്കിലോ മലം 2-3 ദിവസം കൂടുമ്പോൾ പോകും, അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് പോകുന്ന രോഗികളെയും വരെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പലതരത്തിലുള്ള സ്റ്റൊമക് വാഷും അല്ലെങ്കിൽ എനിമ ഒക്കെ കൊടുത്തിട്ടാണ് മലം കളയുന്നത്, ഒരാഴ്ചയൊക്കെ ആയിട്ട് പോവാതിരിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെയും റാസ്പെറി ഒരുപാട് നാരടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ശോധന മാർഗത്തിലേക്ക് കൃത്യമായിട്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ മൂവ്മെന്റ്, സഞ്ചാരം സുഗമമായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ട് എത്തിക്കാനായിട്ട് സഹായിക്കുന്നതാണ് നാരടങ്ങിയ ഭക്ഷണങ്ങളുടെ കഴിവ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അപ്പം റാസ്പെറിയുടെ ഉപയോഗവും. അടുത്തതായിട്ടുള്ളതാണ് ബ്ലാക്ക് കറന്റ് ബെറി. അത് ഏറ്റവും അധികം നമ്മളുടെ അസ്ഥി സംബന്ധമായിട്ടുള്ള സന്ധിവേദനയ്ക്ക്, റുമാറ്റിസം, ആർത്രൈറ്റിസം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസിലൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ബ്ലാക്ക് കറന്റ് ബെറി പഴങ്ങൾ. ബ്ലൂബെറി പഴങ്ങൾ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പൊ എന്താണ് ആന്റി ഏജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വാർദ്ധക്യത്തെ കുറെ കാലത്തേക്ക്, ആന്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ, ഏജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് വയസ്സാവുന്നത്, അതിനെതിരെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചുറുചുറുക്കൊരു 20 വയസ്സിൽ തന്നെ ഇരിക്കും എന്നാണോ? അല്ല, 20 വയസ്സുള്ള ഒരാൾക്ക് കുറച്ചുകൂടി ഒരു 15 വയസ്സിന്റെ
ഒക്കെ ഒരു എന്താണ് ചുറുചുറുക്കും ആ ഒരു ഉന്മേഷവും ഒക്കെ കിട്ടുന്ന ഒരു രീതിയിൽ. ഇപ്പം 50 വയസ്സുള്ള ഒരാൾക്ക്, ഇപ്പൊ നമ്മൾ പൊതുവെ കാണുന്നത് 50 വയസ്സുള്ള ഒരാൾക്ക് 70 വയസ്സിന്റെ ആ രോഗങ്ങളും അല്ലെ ലക്ഷണങ്ങളും ഒക്കെയാണ്. മുടിയൊക്കെ കൊഴിഞ്ഞ്, മുടിയൊക്കെ മൊട്ടയായിട്ട് കഷണ്ടി തലയൊക്കെ ആയി, സ്കിന്നൊക്കെ ചുക്കിച്ചുളിഞ്ഞ്, കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് ക്രമേണ നഷ്ടമായിക്കൊണ്ടിരുന്ന കൈകാലുകളിലൊക്കെ വേദന, തേയ്മാനം, എല്ല് തേയ്മാനം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ 40 വയസ്സുകളിലൊക്കെയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരം ചെറിയ കുട്ടികളാണ്, സ്കൂളിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് വന്നിട്ട് പറയുന്നത് നടുവേദനയാണ് ഡോക്ടറെ എന്ന്. അപ്പൊ നമ്മൾ അതിശയിച്ചു പോകും. 15 അല്ലെ, ഈ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നടുവേദന വരികയാണ്. അപ്പൊ സാധാരണ നടുവേദന വരേണ്ട പ്രായമാണോ ഈ പറഞ്ഞ വയസ്സ്? ഒരിക്കലുമല്ല അല്ലെ. അവിടെയാണ് ആന്റി ഈജിങ്ങിന്റെ പ്രാധാന്യത ഉള്ളത്. ആന്റി ഈജിങ് ആയിട്ടുള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ 15 വയസ്സിൽ എന്ന് പറഞ്ഞാൽ ആ വയസ്സിന്റെ ചുറുചുറുക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി അധികം ചുറുചുറുക്ക്, ഈ വാർദ്ധക്യത്തിൽ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളെ 60-70 വയസ്സുകളിൽ കണ്ടുവരുന്ന മുടി കൊഴിച്ചില്, എന്താണ് സ്കിന്നൊക്കെ ചുക്കിച്ചുളിയുന്നത്, അതൊക്കെ കുറെ വർഷങ്ങളിലേക്ക് തള്ളി നീക്കാൻ കൂടി സഹായിക്കുന്നവയാണ് നമ്മൾ ആന്റി ഏജിങ് എന്ന് പറയുന്നത്. അതാണ് ഈ ബ്ലൂബെറിക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മളുടെ മെമ്മറി, നമ്മളുടെ എന്താണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ബ്ലൂബെറി. ചെറി പഴങ്ങൾ, ഒരുപാട് മെലാറ്റോണിൻ അടങ്ങിയിട്ടുള്ളവയാണ് ചെറി പഴങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തിനാണ് മെലാറ്റോണിൻ? നമ്മുടെ ഉറക്കത്തെ കൃത്യമാക്കി കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. പല ആൾക്കാരുടെയും പലവിധ രോഗങ്ങളായിട്ട് വരുന്നവരാണെങ്കിലും പൊതുവായിട്ടുള്ള ഒരു കാര്യം കണ്ടുവരുന്നതാണ്, നിങ്ങളുടെ ഉറക്കം എന്താണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും, ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് ഡോക്ടറെ, കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങാൻ പറ്റാറുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങിയാൽ തന്നെ 3 മണിക്കും 4 മണിക്കും ഒക്കെ എണീക്കുകയാണ്, പിന്നെ ഉറങ്ങാനേ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചില ആൾക്കാരാണെങ്കിലോ കുറെ കഷ്ടപ്പെട്ട് 4 മണിക്കൊക്കെയാണ് ഒന്ന് ഉറക്കത്തിലേക്ക് വരുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് രോഗികൾ പറഞ്ഞു കണ്ടിട്ട് കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവർക്കൊക്കെ ഈ ചെറിയ പഴങ്ങളുടെ പ്രത്യേകത മെലാറ്റോണിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഉറക്കത്തിന്റെ ആ ഒരു സൈക്കിള് കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്നവയും കൂടി ആണ്. ക്രാൻബെറി എന്ന് പറയുന്നത് നമ്മളുടെ ആസ്മ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇൻഫെക്ഷൻസ് തുടങ്ങിയവയൊക്കെ ചെറുത്ത് നിർത്താനും അതുവഴി ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിലും കൂടി കർമ്മം വഹിക്കുന്നതാണ് ക്രാൻബെറി എന്ന് പറഞ്ഞിട്ടുള്ളത്. റെഡ് കറന്റ് ബെറി നമ്മളുടെ ഡൈജഷൻ കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്നതും മസിൽസിന്റെ പവർ സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ മസിൽ ഉരുണ്ട് കയറ്റും ഒക്കെ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അതൊന്നും വരാതെ സംരക്ഷിക്കുന്നതിലും കൂടി പങ്കുവഹിക്കുന്നതാണ് റെഡ് കറന്റ് ബെറി. എൽഡർ ബെറി, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആന്റി വൈറൽ കപ്പാസിറ്റി ഉള്ളതാണ് എൽഡർ ബെറി പഴങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ജലദോഷം, തുമ്മൽ തുടങ്ങിയ പ്രശ്നങ്ങൾ, പിന്നെ വായ്പുണ്ണ്, ടോൺസിലൈറ്റിസ് ഒക്കെ ഉണ്ടാവാതെ സംരക്ഷിക്കുന്നതിലും പങ്കുവഹിക്കുന്നവയാണ് എൽഡർ ബെറി. അടുത്തതാണ് നെല്ലിക്ക. ഏറ്റവും പ്രധാനമായിട്ടുള്ള ആണ് നെല്ലിക്ക. നമ്മൾ പോകെ നമ്മളുടെ പല പ്രോഡക്ട്സിലും നെല്ലിക്കയുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യത്തെ തന്നെ ആയുർവേദത്തിൽ നെല്ലിക്കയെ വയസ്താപനം അഗ്ര്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വയസ്താപനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔഷധമാണ് നെല്ലിക്ക. അപ്പം എന്താണ് വയസ്താപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയസ്സിനെ സ്ഥാപിക്കുന്നത്, അതായത് ആന്റി ഏജിങ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങളെ കുറെ കാലത്തേക്ക് തള്ളി നീക്കാനായിട്ട് സഹായിക്കുന്നത്, അതാണ് വയസ്താപനം അല്ലെങ്കിൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ് ആംല എന്ന് പറഞ്ഞിട്ടുള്ളവയ്ക്ക്. അതോടൊപ്പം തന്നെ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്. ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അതോടൊപ്പം ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ക്യാൻസർ വരാതെ സംരക്ഷിക്കുക, പ്രമേഹത്തെ നിയന്ത്രിക്കുക, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുക, ദഹനത്തെ നിയന്ത്രിക്കുക തുടങ്ങിയ ഒട്ടനവധി കർമ്മങ്ങളാണ് ഈ നെല്ലിക്കയിൽ ഉള്ളത്. അപ്പം ഇത്രയുമാണ് അല്ലെ നല്ല ഒരു ബ്യൂട്ടിഫുൾ, ഒരു ബ്രില്യന്റ് കോമ്പിനേഷൻ ഓഫ് പല വിധത്തിലുള്ള ബെറി പഴങ്ങൾ, നെല്ലിക്ക, നോനി, കറ്റാർവാഴ തുടങ്ങിയവയുടെ ഒക്കെ ഒരു സംയോജനമാണ് നമ്മളുടെ ഈ ഒരു 9E5 എന്ന് പറയുന്ന പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക്. ഇനി ഇത് എത്ര അളവിൽ ആരൊക്കെയാണ് കഴിക്കേണ്ടത്? 1 സാഷെ വീതമാണ് മുതിർന്നവർ കഴിക്കേണ്ടത്, 1 സാഷെ. ഇനി ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക്, ഇപ്പം 70-60 വയസ്സിലൊക്കെ ഉള്ളവർക്ക് ഇപ്പം വാർദ്ധക്യത്തിലേക്ക് അല്ലെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അവർക്ക്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 2 സാഷെ രാവിലെയും രാത്രിയും വീതം കഴിക്കാനായിട്ട് പറയാം. ഇത് ഒരിക്കലും പ്രഗ്നൻസിലും അതുപോലെ തന്നെ ഗർഭിണികളിലും അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകളിലും ഇത് റെക്കമെൻഡ് ചെയ്യരുത്, നിർദ്ദേശിക്കരുത്. നിങ്ങൾക്ക് തോന്നാം
ഇത്രയധികം ഗുണങ്ങൾ പറഞ്ഞു അല്ലെ. എന്താണ് എന്താണ് സന്ധികൾക്ക് ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു, ആസ്മ പോലുള്ള രോഗങ്ങൾ വരാതെ സംരക്ഷിക്കുന്നു, ക്യാൻസർ വരാതെ എന്താണ് സഹായിക്കുന്നു, മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ സഹായിക്കുന്നു. അത്ര ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് പ്രഗ്നന്റ് ലേഡീസിനും അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നൽകിക്കൂടാ? കാരണം ഈ ഒരു പ്രൊഡക്റ്റില് നമ്മൾ 1% താഴെ ചിലവരിൽ ചില തരത്തിലുള്ള റിയാക്ഷൻസ്, അലർജിക് റിയാക്ഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള 2 വിഭാഗക്കാർ നോക്കുകയാണെങ്കിൽ ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും പൊതുവെ അവരുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കും. ഇവർ രണ്ടും ഇപ്പം ഈ ഗർഭിണിക്ക് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാർശ്വഫലം ഉണ്ട് എങ്കിൽ അത് ആ ഗർഭിണിക്ക് മാത്രമാണോ ബാധിക്കുന്നത്? അല്ല, ഗർഭത്തിലുള്ള കുഞ്ഞിനെയും കൂടിയിട്ടാണ് ബാധിക്കുന്നത്. അപ്പൊ 2 ജീവനെയാണ് ബാധിക്കുന്നത്. മുലയൂട്ടുന്ന സ്ത്രീ ആയിക്കോട്ടെ അതേപോലെ തന്നെയാണ്. ആ സ്ത്രീയുടെ പാൽ കുടിക്കുന്നത് വഴി ആ കുഞ്ഞിലേക്കും അമ്മ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഗുണം കുഞ്ഞിനും കൂടിയിട്ടാണ് കിട്ടുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം, അമ്മ ഇപ്പം വയറിളകുന്നതിനായിട്ടുള്ള മരുന്ന് കഴിക്കുകയാണെങ്കിൽ കുഞ്ഞിനും വയറിളക്കം ഉണ്ടാവുകയാണ്. ആ പാല് കുടിക്കുന്നത് വഴിയാണ് അത്തരത്തിൽ ഉണ്ടാവുന്നത്. അപ്പം 2 ജീവനാണ് എന്ത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വെച്ചിട്ട് ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള 2 വിഭാഗക്കാരെയും നമ്മൾ ഒഴിച്ചു നിർത്തുക അത്യാവശ്യമായിട്ടുള്ള കാരണമാണ്. ഇനി എന്തെങ്കിലും കാരണത്തിൽ നിങ്ങൾ ഇത്രയും ഗുണങ്ങൾ ഉള്ളതാണ് എന്ന് പറഞ്ഞ ഒരു ഗർഭിണിക്കും ഒരു മുലയൂട്ടുന്ന സ്ത്രീക്കും കൊടുത്ത് അവർ ഈ 1% പെടില്ല എന്ന് നമ്മൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവരെങ്ങാനും ഇനി ഈ 1% പെടുകയാണെങ്കിൽ അവരിനി 100 ആൾക്കാരോട് പോയി പറയും എന്ത്, 9E5 കഴിച്ചത് കൊണ്ട് അലർജിക് റിയാക്ഷൻസ് ഉണ്ടായി, എനിക്ക് ചൊറിച്ചിൽ വന്നു, കണ്ണ് ചുമന്നു വന്നു, ശരീരം ഫുള്ള് തടിച്ചു പൊങ്ങി വന്നു, നിങ്ങൾ ഒന്നും 9E5 കഴിക്കരുത്, അതിന്റെ ഗുണങ്ങളൊക്കെ പറയുന്നത് വെറും കള്ളത്തരമാണ്, അത് കഴിക്കരുത് എന്നുള്ള ഒരു ബാഡ് ഇമേജ് ആണ് ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നത്. അത് നമ്മൾക്ക് വേണോ? വേണ്ട അല്ലെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾക്ക് ഇത് നൽകാനായി പറ്റും. എന്നാൽ എന്തിനാണ് ഈ ഗർഭിണികളെയും മുലയൂട്ടുന്ന സ്ത്രീകളെയും തെരഞ്ഞു പിടിച്ചു 9E5 കഴിക്കൂ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനി ഈ പറയുന്ന അലർജിക് റിയാക്ഷൻസ് മുതിർന്നവരിലൊക്കെ കാണുകയാണ് എങ്കിൽ നമ്മൾ അത് 24 മണിക്കൂർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെയും ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെയും കുറഞ്ഞു വരുന്നതായിട്ട് കാണും. ഒരാഴ്ചത്തേക്ക് ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം പിന്നെയും 9E5 കഴിക്കുക. അപ്പൊ പൊതുവെ ഈ സിംറ്റംസ്, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, അലർജിക് റിയാക്ഷൻസ് ഒന്നും കാണാറില്ല. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയാം. അപ്പൊ അത്രയുമാണ് നമ്മളുടെ ഈ പറഞ്ഞ 9E5 എന്ന് പറഞ്ഞ പ്രീമിയം ഹെൽത്ത് ഡ്രിങ്കില് ഉള്ളത്. ഇത്രയധികം ഗുണങ്ങളാണ് നമ്മളുടെ 9E5 ഉള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം, നമ്മൾക്ക് പൊതുവെ 3 തരത്തിലുള്ള ആൾക്കാരെയാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പം നിങ്ങൾ എല്ലാവരും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്, ലീഡേഴ്സ് ആണ്. നിങ്ങൾ ഓരോ ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോഴും നിങ്ങളുടെ മുന്നിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് 3 വിഭാഗക്കാരാണ്, 3 വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഒന്നാമത്തേതാണ് എ എന്ന് പറഞ്ഞ വലിയ സർക്കിൾ. ആ സർക്കിളിന്റെ ഏറ്റവും വലിയ ഭാഗം കവർ ചെയ്യുന്നതാണ് എ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അതാരാണ്? ആരോഗ്യവാന്മാരാണ്. ഒരു രോഗത്തിനും അടിമപ്പെട്ടിട്ടില്ലാത്ത നല്ല ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്ന ആൾക്കാർ, രോഗപ്രതിരോധ ശേഷിക്ക് വർദ്ധിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന ആൾക്കാർ. രണ്ടാമത്തെ വിഭാഗമാണ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ പച്ച കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അവരാരാണ്? ചെറിയ രീതിയിലുള്ള രോഗമൊക്കെ ബാധിച്ചിട്ടുള്ള ആൾക്കാര് ആണ് ബി എന്ന് പറഞ്ഞിട്ടുള്ളവര്. ഇപ്പൊ എന്താണ്, പ്രമേഹത്തിന്റെ ഒക്കെ തുടക്കം ബോർഡർ ലൈനിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു 150 ഒരു 200 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർ, ഫാസ്റ്റിംഗിൽ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർ, കൊളസ്ട്രോൾ ഒക്കെ ആണെങ്കിലും ആ ഒരു 200 300 ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ. ഇത്തരത്തിൽ അതായത് എന്താണ്, അധികമായിട്ട് ഹൃദയമൊന്നും അടിച്ചു പോയിട്ടില്ല, ഡയബറ്റിക് വന്ന് കണ്ണൊന്നും അടിച്ചു പോയിട്ടില്ല, അത്തരത്തിലുള്ള ആൾക്കാർ. സി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞ രോഗം മൂർച്ഛിച്ചിട്ട് അതിന്റെ ഒരുപാട് പാർശ്വഫലങ്ങൾ, സങ്കീർണ ഫലങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് സി കാറ്റഗറിയിൽ ഉള്ളത്. നമ്മളുടെ പ്രൊഡക്ട്സ് ഈ പറഞ്ഞ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണ് നമ്മളുടെ ഈ പ്രൊഡക്ട്സ് നൽകേണ്ടത്? എക്കും അതുപോലെ തന്നെ ബിക്കുമാണ്. എ എന്ന് പറയുമ്പോൾ ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്നതിൽ പ്രാധാന്യം നൽകുന്നവരും ചെറിയ രീതിയിലുള്ള രോഗത്തിന്റെ പ്രാരംഭത്തിൽ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നവർക്കുമാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ സി ആൾക്കാരെ തേടി പിടിച്ചു പോവേണ്ട ആവശ്യമില്ല.
പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എവിടെയുണ്ട് സിയിലുള്ള ആൾക്കാർ, എവിടെയുണ്ട് ക്യാൻസർ വന്നിട്ട് മരണത്തിലോട്ട് മള്ളടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എവിടെ, അല്ലെങ്കിൽ പ്രമേഹം വന്ന് എൻഡ് സ്റ്റേജിലായി, അത് നെർവ്സിനെയും കിഡ്നിനെയും കണ്ണിനെയും ഒക്കെ ബാധിച്ചു നിൽക്കുന്ന ആൾക്കാർ, കൊളസ്ട്രോൾ വന്ന് സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ എവിടെയെന്ന് പോയി നോക്കുന്നത്. അവർക്ക് ഈ കൊണ്ടുപോകുന്ന ഓരോ പ്രൊഡക്റ്റും കൊടുത്തിട്ട് വല്ല കാര്യവും ഉണ്ടോ? ഇല്ല. നമ്മളുടെ ഇൻഡസ്ട്രി, നമ്മളുടെ കമ്പനി പറയുന്നത് വെൽനെസ് ഇൻഡസ്ട്രിയാണ്, വെൽനെസ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും ഇൽനെസ് അല്ല. ഇൽനെസ്സും വെൽനെസ്സും തമ്മിൽ വളരെയധികം വ്യത്യാസമാണ് അല്ലെ. വെൽനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യമാണ്. ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ ഒരിക്കലും ഇത്ര കണ്ട് രോഗികൾ അടുത്ത് പോകേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഈ രോഗത്തിന് അടിമപ്പെട്ടിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, ഈ ഒരു സർക്കിളിൽ കാണിച്ചതുപോലെ വളരെ ചെറിയ തോതിലുള്ള ആൾക്കാർ മാത്രമാണ് ഉള്ളത്. നമ്മൾക്ക് വിപുലമായിട്ട് വിശാലമായിട്ട് ഇയും ബിയും വിഭാഗത്തിൽ അടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ആ എയും ബിയിലും ഉള്ളവർക്കാണ് നമ്മളുടെ പ്രോഡക്ട്സ് എത്തിക്കേണ്ടത്, അതുവഴി അവരുടെ ആരോഗ്യത്തെ ഉറപ്പുവരുത്തേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു കൊറോണയ്ക്ക് ശേഷം എല്ലാവരും ഒരുപാട് പ്രാധാന്യം നൽകാൻ പോകുന്ന ഒന്നിനാണ് ആരോഗ്യം നിലനിർത്താനും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട്. അത്തരത്തിലുള്ള എല്ലാ പ്രോഡക്ട്സും നമ്മളുടെ രോഗപ്രതിരോധത്തിനായിട്ട് അല്ലെ, ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം, നിങ്ങൾ ഇത്രയധികം ഗുണങ്ങളോട് കൂടി ഒരു പ്രൊഡക്റ്റ് പറയുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കണ്ടിട്ട് ആൾക്കാർ ഇത് വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. അതാണ് നമ്മൾക്ക് വേണ്ടത്. ഈ ഒരു കൊറോണ കാലം കഴിയുന്നതോടുകൂടി തന്നെ ആൾക്കാർക്കെല്ലാം ആ ഒരു ബോധമാണ് വരുന്നത്. പല വിധത്തിലുള്ള തിരിച്ചറിവുകളുടെ ഒരു കാലം കൂടിയാണ് നമ്മളുടെ ഈ ഒരു കൊറോണ കാലം എന്ന് പറയുന്നത്. ഇനി ഇ കോമേഴ്സ് വഴി നമ്മൾക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴി നമ്മൾക്ക് നമ്മളുടെ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ. ഇതൊക്കെ വാങ്ങിക്കാവോ? ഇതിന്റെ ഒന്നും ഗ്യാരണ്ടി നമ്മളുടെ കമ്പനി തരുന്നില്ല. പലതിന്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കും, പലതും ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും. നമ്മൾക്കറിയാം, നമ്മളുടെ ഒരു കമ്പനി ഒരു ഭയങ്കര ഫേമസ് ആകുമ്പോൾ തന്നെ ബാക്കിയുള്ള കുറെ ഫേക്ക് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ വന്ന് അതിനെ മിമിക് ചെയ്യാനായിട്ട് ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ ഇറക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ്. അതിന്റെ ഗ്യാരണ്ടി നമ്മുടെ കമ്പനി ഒരിക്കലും പറയുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് നമ്മളുടെ പ്രോഡക്ട്സ് കിട്ടുക? ഇന്ത്യ ഷോപ്പിയുടെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട്. ആ ഔട്ട്ലെറ്റുകളിൽ നിന്നുമാണ് നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്ട്സ് ഓരോന്നും കിട്ടുന്നത്. അപ്പം ഇത്രയുമാണ് 9E5നെ പറ്റിയിട്ട് പറയാനുള്ളത്. വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ എടുക്കാനായിട്ട് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത ദിവസം സെക്കൻഡ് ഡേയിൽ നമ്മൾ ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുമായി വരുന്നത് ഇമ്മ്യൂണോ 3+ഉമായിട്ടാണ്. ഒരുപാട് ഗുണങ്ങളുള്ള, നമ്മളെ ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ അവരുടെയൊക്കെ ദഹനം കൃത്യമാക്കി കൊണ്ടുപോകുന്നതിൽ സഹായിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ ഇമ്മ്യൂണോ 3+ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കൂ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. വീണ്ടും അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. നന്ദി. Thank you for watching. For more business and product videos, subscribe the channel now.